ഇത് കാണികളായിട്ടുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഭാര്യ ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ 2-3 പ്രാവശ്യം നിങ്ങൾ കണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രസവശേഷം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ റെഡിയായിട്ടിരിക്കണം. ഭാര്യ ഇപ്പം ഈ അടുത്തെങ്ങാനുമാണ് പ്രസവിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും സമയം കളയാനില്ല. നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ടിപ്സ് എല്ലാം എഴുതി വെക്കുക, അതനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു ബോണ്ടിങ് അവൾ പ്രസവിച്ച് കിടക്കുന്ന ആ സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ആഴ്ചകളിലുമെല്ലാം ഒരുപാട് കൂടുതലാക്കുവാൻ, പ്രത്യേകിച്ചും ആ സമയത്താണ് അവൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന തരത്തിലുള്ള ആ ഒരു ടിപ്സ് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ആ ബോണ്ടിങ് കൂട്ടാൻ പറ്റും. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടൊന്നും തെറ്റില്ല. ആർക്കാണ് ഇതിപ്പോൾ ആവശ്യം ഉണ്ടാവുക എന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ. സോ ഇനിയും നീട്ടി പഠിക്കാതെ കാര്യത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. പ്രസവിച്ച് കിടക്കുന്ന മിക്ക സ്ത്രീകളും, അത് ആദ്യത്തെ പ്രാവശ്യം പ്രസവിച്ചായാലും ശരി, അതിനുശേഷമുള്ള പ്രസവമായാലും ശരി, അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഇഷ്യൂസ്. ഒന്നുകിൽ അമ്മയ്ക്ക് പാലുൽപാദനത്തിനോ അല്ലെങ്കിൽ കൊടുക്കാനോ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം, അല്ലെങ്കിൽ കുഞ്ഞിന് ഈമ്പി കുടിക്കാനോ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ ആ കമൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നം അതിലും വലിയ പ്രശ്നമാണ്. സോ ഈ ഘട്ടത്തിലൂടെ നിങ്ങളുടെ ഭാര്യ, അതായത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മ കടന്നു പോകുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് അവൾക്ക് പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് പല രീതിയിലുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറ്റുമ്പോഴും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഇതെങ്ങനെയാണ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക എന്ന കാര്യം അറിഞ്ഞാലല്ലേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് പലർക്കും അറിയില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കുറേ ടിപ്സിലൂടെ പറഞ്ഞു തരാം. ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് നല്ല രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഈ സമയത്ത്. അതിലൂടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കുറച്ചുകൂടി ശക്തമാകും. ആ ഒരു സ്ട്രോങ് ശക്തമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്, ആ ഒരു ഫൗണ്ടേഷൻ്റെ ആ ഒരു പുറത്ത് നിങ്ങളുടെ കുഞ്ഞ് ശാരീരികവും മാനസികവും വൈകാരികവും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് വളർന്നു വരാനും പറ്റും. ഓക്കെ, സോ വരൂ. ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ, കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇന്നത്തെ കാലത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒരുപാട് റിസോഴ്സസ് ഉണ്ടല്ലേ. പ്രസവം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ കുഞ്ഞിനും എല്ലാം ഈ മുലയൂട്ടലിനെ സംബന്ധിച്ചും മുലപ്പാലിനെ സംബന്ധിച്ചിട്ടും എല്ലാം ഉണ്ടാകാവുന്നത്, അതൊക്കെ പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഒരു അവബോധം ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുന്നത് വളരെ ആവശ്യമാണ് കേട്ടോ. പ്രസവം കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളെങ്കിലും പല അമ്മമാർക്കും ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ആ ഒരു കാര്യത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള ആശങ്കകൾ, സംശയങ്ങൾ, പലതരത്തിലുള്ള ടെൻഷനുകൾ ഇതെല്ലാം ഉണ്ടാകാവുന്നതാണ്. ആ സമയത്തെല്ലാം ഈ നന്നായി കോപ്പ് ചെയ്യുന്നുണ്ട്, മിടുക്കിയായിട്ട് കോപ്പ് ചെയ്യുന്നുണ്ട്, ഇതിനെക്കൊണ്ട് ഇത് പറ്റുന്നുണ്ട്, ഐ എം വെരി പ്രൗഡ് ഓഫ് യു എന്ന രീതിയിൽ ആ ഒരു പ്രോത്സാഹനം നൽകുന്ന ആ രീതിയിലുള്ള വാക്കുകൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പ്രസവം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിലുണ്ടാകാവുന്ന ആ ഒരു ഹോർമോണൽ ചേഞ്ചസ്, അതേപോലെ ഈ ഉറക്കത്തിലുള്ള ആ ഒരു ഡിസ്റ്റർബൻസ്, ഈ കുഞ്ഞ് പാൽ കുടിക്കാനും കരയാനും ഒക്കെ എണീക്കുമല്ലോ അല്ലേ, അപ്പോൾ ആ ഡിസ്റ്റർബൻസ്, ഇതെല്ലാം കാരണം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരുപാട് മൂഡ് സ്വിങ്സും ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഔട്ട് ബേസ്റ്റും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമമോ സങ്കടമോ അല്ലെങ്കിൽ ആ ഒരു ആകുലതകളോ എല്ലാം പറയുമ്പോൾ ഇതെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഇതൊക്കെ നിന്റെ അനാവശ്യമായിട്ടുള്ള പേടിയാണ്, അങ്ങനെയൊന്നും പറയാതെ കരുണയോടെ എമ്പതിയോടെ അവൾ പറയുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഒന്ന് ചേർത്ത് പിടിച്ച് മുതുകത്ത് ഒരു തട്ട് കൊടുക്കുകയും കവിളത്തൊരു ഉമ്മ കൊടുക്കുകയും ചെയ്താൽ ബഹുവിശേഷം. ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. നമ്മുടെ നാടല്ലേ, വീട്ടുകാരും ശരി, അയൽപ്പക്കക്കാരായാലും ശരി, ബന്ധുക്കളായാലും ശരി, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഓരോ സജഷൻസും അഭിപ്രായങ്ങളും കുറ്റങ്ങളും പരാതികളും അല്ലെങ്കിൽ അവർ താരതമ്യപ്പെടുത്തലും എല്ലാം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അയ്യോ എന്താ ഇവൾക്ക് മാത്രം ഇങ്ങനെ, അവൾ പ്രസവിച്ചപ്പോൾ അങ്ങനെയല്ലായിരുന്നല്ലോ, അതല്ലെങ്കിൽ കൊച്ചിന് വിശക്കുന്നു, പാല് തികയുന്നില്ല, നമുക്ക് കുപ്പിപ്പാല് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ കൊച്ചിനെ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ കൊച്ചു കരയുന്നു ഉടൻ തന്നെ പാല് കൊടുക്കുക എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുക. ഇങ്ങനെ പലതരത്തിലുള്ള കമൻസും ക്രിറ്റിസിസംസും എല്ലാം നിങ്ങളുടെ ഭാര്യ നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമ്പോൾ മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് നോക്കി നിൽക്കുന്നതിന് പകരം നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ഇങ്ങനെ പറയുന്നവരുടെ വായി കൊട്ടിയടയ്ക്കാനും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക തന്നെ വേണം. ഇത് അയ്യോ ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടി അച്ചിക്കോന്നെന്ന് പറയുമോ, അല്ലെങ്കിൽ നീ മിണ്ടായിരിക്കും നിനക്ക് എന്തറിയാം എന്ന് പറയുമോ എന്ന് പറഞ്ഞ് പേടിച്ച്
പിന്നോട്ട് നിൽക്കരുത്. അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല, ഞാനിതിലൊക്കെ ഇടപെട്ടാൽ ശരിയാവില്ല എന്നും വിചാരിക്കരുത്. അറിയാത്തത് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആ ആധികാരികമായിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ എല്ലാം വായിക്കുകയോ കാണുകയോ ചെയ്ത് മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ ഭാര്യയ്ക്ക് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാനും അതേപോലെ കുഞ്ഞിന് പാൽ കൊടുക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ക്രാക്ക് നിപ്പിൾ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് നിപ്പിൾ, അതല്ലാണെങ്കിൽ പാലിൻ്റെ അളവ് കുറവ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്നാൽ ശരി നമുക്ക് ഫോർമുല കൊടുക്കാം അല്ലെങ്കിൽ കുപ്പി കൊടുക്കാം എന്ന് പറയുന്നതിന് മുൻപ്, അതേപോലെ ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാര്യയെ ദയവായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ചെയ്യുക. അതിനുവേണ്ടി ഭാര്യയ്ക്ക് സപ്പോർട്ടും കൊടുക്കുക. വീട്ടുകാരൊക്കെ പറയുമ്പോൾ ഇല്ല ഞങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ചെയ്യുള്ളൂ, ഡോക്ടർമാർക്കാണ് കൂടുതൽ അറിയുക എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ നിങ്ങൾ തന്നെ വേണം മുൻകൈ എടുക്കാൻ. ഓക്കെ, കുഞ്ഞിൻ്റെ കാര്യം, കുഞ്ഞിന് പാല് കൊടുക്കുകയും മറ്റു കാര്യങ്ങളുമെല്ലാം നോക്കാൻ നിങ്ങളുടെ ഭാര്യ വ്യഗ്രത കാണിക്കുന്നതിൻ്റെ ഇടയിൽ അവളുടെ സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പലപ്പോഴും അവൾ മറക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മറന്നില്ലെങ്കിൽ പോലും അതിനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അവളുടെ കാര്യം ശ്രദ്ധിക്കുവാൻ അവളെ ഓർമ്മപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കൂടുതലായിട്ട് എന്തായാലും ഉറപ്പാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അതിനുള്ള സാഹചര്യം അവൾക്കില്ല, ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് സമയം അവൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യേണ്ടതും നിങ്ങളുടെ ആ ഒരു കടമയാണ് കേട്ടോ. ഇതൊക്കെ ഞാനൊരു വലിയ മഹാനാണ്, ഔദാര്യം ചെയ്യാണ് എന്ന മട്ടിലല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനും ആ സ്ട്രോങ് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നും നിങ്ങളുടെ കുട്ടി നല്ല രീതിയിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് വളർന്നു വരാനും എല്ലാം ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും വളരെയധികം ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പുരുഷന്മാർ പല വകുപ്പിൽപ്പെട്ടതായിരിക്കും കേട്ടോ. ചിലർക്ക് കല്യാണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അവരൊക്കെ വിചാരിക്കും ഈ വീഡിയോ എന്തിനാ ഞാൻ കാണുന്നത്, അതൊക്കെ പിന്നെ നോക്കാം. പിന്നെ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യയൊക്കെ ഗർഭിണിയായി പ്രസവിച്ചൊക്കെ കഴിയുമ്പോൾ അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുക പോലും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വീഡിയോ ലിങ്ക് സേവ് ചെയ്ത് വെക്കുക. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞു, ഭാര്യ ഇതുവരെ ഗർഭിണി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫോൾഡറിൽ നിങ്ങളിത് സേവ് ചെയ്ത് വെക്കണം. ഭാര്യ ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ 2 or 3 പ്രാവശ്യം നിങ്ങൾ കണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രസവശേഷം നല്ല രീതിയിൽ ഇമോഷണൽ സപ്പോർട്ട് ചെയ്യാൻ റെഡിയായിട്ടിരിക്കണം. ഭാര്യ ഇപ്പം ഈ അടുത്തെങ്ങാനുമാണ് പ്രസവിച്ചത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടും സമയം കളയാനില്ല. നിർബന്ധമായിട്ടും ഈ പറഞ്ഞ ടിപ്സ് എല്ലാം എഴുതി വെക്കുക, അതനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി ഭാര്യ ഓൾറെഡി പ്രസവിച്ചു കഴിഞ്ഞു, ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല, ഈശ്വര ഇനി എന്തു ചെയ്യും എന്ന് വിഷമിച്ചിരിക്കേണ്ട. അടുത്ത പ്രാവശ്യം പ്രസവിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതിനായിട്ട് ഇത് സേവ് ചെയ്ത് വെക്കുക. ഇനി ഇതൊന്നും നിങ്ങൾക്ക് 2 or 3 കുട്ടികളായിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഇതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ആ സങ്കടം മാറ്റാനായി വീണ്ടും പ്രസവിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഭാര്യ കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ശരി, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും ശരി, ഭാവിയിൽ നിങ്ങളുടെ മക്കളായാലും ശരി, അവർക്കെല്ലാം പകർന്നു കൊടുക്കാൻ ഉപകാരമാകട്ടെ. അങ്ങനെയായാൽ നിങ്ങളുടെ ഭാര്യ മാത്രമല്ല മറ്റ് സ്ത്രീകളും എല്ലാവരും നിങ്ങളുടെ ഫാൻസായി മാറും. അങ്ങനെ ഫാൻസ് കൂടുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായി നമ്മൾ എടുക്കുന്ന ചെറിയ മെനക്കേടുണ്ടല്ലോ, അതൊന്നും മെനക്കേടല്ലാതെ ആഹാ എന്നൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് നൽകുക. ഓക്കെ, ഇനി ഈ വീഡിയോ കാണുന്ന സ്ത്രീകളും ഇത് സേവ് ചെയ്ത് വെക്കണം. ഭർത്താവിന് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കസിൻസിനും നിങ്ങളുടെ ബ്രദേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.